അപ്പോൾ സാറിൻ്റെ ഈ സിനിമയിലേക്ക് സാർ എങ്ങനെ വന്നിരുന്നു ഈ സിനിമ ഞാൻ സുകുമാർ സാർക്ക് വളരെയധികം ഓട്ടക്കാല പരിചയമുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് സിനിമയാക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ശിവഗിരി തീർത്ഥാടനമൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഇത് ഒരു വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറ്റിയ പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയില്ലായിരുന്നു. അതും എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു സ്കെയിലിൽ ചെയ്യാനുള്ള പ്രൊഡ്യൂസറെ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എ വി അനൂപ് മെഡിമിക്സിൻ്റെ അദ്ദേഹം ഇത് ചെയ്യാമെന്ന് കേൾക്കുകയും ഏതാണ്ട് ഒരു 2-2.5 കൊല്ലം മുമ്പാണ് തുടങ്ങിയത് ആക്ച്വൽ ഇതിൻ്റെ പ്രോജക്റ്റ്. പിന്നെ ആ 2.5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു 1-1.5 കൊല്ലം ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യായിരുന്നു. സ്ക്രിപ്റ്റ് ആവശ്യമുള്ള ഏതൊക്കെ എടുക്കാം, ഏതൊക്കെ മാറ്റാം. കാരണം ഇത് എടുത്തു വരുമ്പോഴത്തേക്ക് ഒരുപാട് 5-8 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അത് ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കാച്ചിക്കുറുക്കി അങ്ങനെ ഒരു സ്റ്റേജിലെത്തിച്ച്. പിന്നെ ഒരു ഏതാണ്ട് ഒരു 10-35 ദിവസത്തോളം ഈ ലൊക്കേഷൻ കാണാനായിട്ട് ചിലവാക്കി. കാരണം ഈ പറ്റിയ ഒരു ലൊക്കേഷൻ വേണം. ഞങ്ങളുടെ ഈ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശിവഗിരി അല്ല ഇപ്പോൾ ഉള്ള ശിവഗിരി. ആ കാലഘട്ടത്തിൽ ഉള്ള ഒന്നും ഇപ്പോൾ എല്ലാം ഒരുപാട് മാറി. കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റും അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ലൈൻസ്, മൊബൈൽ ടവേഴ്സ് അങ്ങനെ. അപ്പോൾ ആ കാലത്ത് ഗുരുവിൻ്റെ കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലുള്ള സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ മിക്കവാറും തമിഴ്നാട് അംബാസമുദ്രം, തിരുനെൽവേലി, അതേപോലെ കന്യാകുമാരി, നാഗർകോവിൽ അങ്ങനെ അവിടെ തൊട്ട് ഞങ്ങൾ വടക്ക് കാസർഗോഡ് വരെ ഞങ്ങൾ പല ട്രിപ്പായിട്ട് പോയിരുന്നു. പിന്നെ അതിന് പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്തതെന്നാൽ ഈ ആദ്യം ഒറിജിനൽ സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒറിജിനലായിട്ട് ഇപ്പോൾ ശിവഗിരി, അരുവിപ്പുറം, അങ്ങനെ ചെമ്പാടിന്തി, അതുപോലെ മരുത്താമല. ശ്രീലങ്കയിലെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അത് ഞങ്ങൾ അവസാനം വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ സമയത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ യുദ്ധമൊക്കെ നടക്കുന്ന സമയം അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അത് പിന്നെ ഞങ്ങൾ സെറ്റിട്ട് മാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യം ഈ ഒറിജിനൽ സ്ഥലങ്ങളെല്ലാം പോയി കാണുകയും വീഡിയോ എടുക്കുകയും സ്റ്റിൽസ് എടുക്കുകയും വെച്ചിട്ട് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഉള്ള പകരം സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഭയങ്കര പ്രോസസ്സായിരുന്നു. കാരണം ഓരോ പ്രാവശ്യം ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കാണാൻ എടുക്കും. അതിങ്ങനെ പല ട്രിപ്പായിട്ടിങ്ങനെ ഒരു 10-35 ദിവസത്തോളം അതിന് വേണ്ടി ചിലവാക്കി. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ മുഴുവൻ സ്റ്റോറി ബോർഡ് ചെയ്തു. അപ്പോൾ അത് ഒരു ഏതാണ്ട് 10,000-2,000 ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വന്നു. അപ്പോൾ അതിന് മുമ്പ് ഓരോ സീനും എടുത്ത് നമ്മൾ കണ്ട ലൊക്കേഷൻസ് ഉണ്ടല്ലോ, ആ ലൊക്കേഷൻസ് മനസ്സിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും, ഇങ്ങനെ ഷോട്ട്, അങ്ങനെ ആ രീതിയിൽ ഷോട്ടുകൾ പ്ലാൻ ചെയ്ത് അത് നോട്ട് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട് അതിലെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്ത്. അപ്പോൾ ആ പ്രോസസ്സ് ഏതാണ്ട് ഒരു 2-2.5 മാസം ഇതിനു വേണ്ടി ചിലവാക്കി. സ്റ്റോറി ബോർഡ് അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. പിന്നെ അതുകൂടാതെ ഈ പഴയ ആ കാലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ വേഷം അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ, അപ്പോൾ അതൊക്കെ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് പല ഡീറ്റെയിൽസും ആ കാലത്ത് ഉണ്ടായിരുന്ന വണ്ടികൾ, അപ്പോൾ ഇതെല്ലാം കുറേ അതിനുവേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വലിയ ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ മാത്രമല്ല കഴിഞ്ഞ കൊല്ലം, അതായത് ഈ ജനുവരി 23-നെങ്ങാണ്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം ആയാറായി. ഷെഡ്യൂൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അത് പല ഷെഡ്യൂളായിട്ടാണ്. കാരണം ഞങ്ങൾ ഒറ്റപ്പാലത്ത്, കണ്ണൂർ, ചേർത്തല, പിന്നെ തിരുവനന്തപുരം, അങ്ങനെ ഡിഫറെൻറ്റ് ഷെഡ്യൂൾസായിട്ട്. കണ്ണൂർ തന്നെ 2 പ്രാവശ്യം പോകേണ്ടി വന്നു.
കാരണം അത് അങ്ങനെ സെറ്റ് ഇടുന്ന അരുവിപ്പുറത്തിൻ്റെ തുടക്കം കാണിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അമ്പലം ഉണ്ടായത് കാണിക്കും, അതുപോലെ ശിവഗിരിയുടെ വെറുതെ കുന്നായിട്ടുള്ള കാണിക്കും, പിന്നെ അവിടെ ശാരദാമഠം. അപ്പോൾ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വരണം. ഈ കൺസ്ട്രക്ഷൻ ശിവഗിരി കൺസ്ട്രക്ഷൻ തന്നെ ഒരു 2 മാസത്തോളം JCB ഒക്കെ വെച്ചിട്ട് ലാൻഡ്സ്കേപ്പ് എല്ലാം അതേപോലെ ഉണ്ടാക്കി. അപ്പോൾ അത് തന്നെ വലിയ കോസ്റ്റ്ലി ഒരു സെറ്റായിരുന്നു. അപ്പം ഇതൊരു വ്യത്യസ്തമായ ഒരു ചിത്രമാണ്, ഒരു ബയോപിക്. കൂടുതൽ ഗുരുദേവനെ പറ്റി കൂടുതലും പരാമർശിക്കുന്ന ഒരു സിനിമ. സാറിൻ്റെ മറ്റ് സിനിമകളിൽ നിന്നും ഈ സിനിമ വളരെയധികം വേറിട്ട് നിൽക്കും. എത്രമാത്രം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഗുരുദേവനെ പറ്റി ഒരു ചിത്രം ചെയ്യുമ്പോൾ? കാരണം ഗുരുദേവനെ കുറിച്ച് ഒരു ചിത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചിത്രം പോലല്ല. ഇതിന് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഗുരുദേവനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക ചെയ്തു. ഗുരുദേവനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറഞ്ഞു, ഗുരുദേവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഗുരുദേവൻ എവിടെയൊക്കെ അമ്പലങ്ങൾ സ്ഥാപിച്ച്, വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ഒരു സ്റ്റഡി ചെയ്തു. അതുപോലെ തന്നെ ഈ ലൊക്കേഷൻസ് അങ്ങനെ ഒരുപാട് ഇത്രയധികം ഞാൻ ഇൻവോൾവ് ചെയ്ത ഒരു സിനിമയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇൻവോൾവ്മെൻറ്റും വളരെ സിൻസിയറായിട്ട് ആദ്യം തൊട്ട് തന്നെ അതിൽ എല്ലാ സ്റ്റേജിലും അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു സിനിമയാണ്. ഇതിൽ തലൈവാസൽ വിജയാണല്ലോ ശ്രീനാരായണ ഗുരുവിനായിരുന്നു. അപ്പം അദ്ദേഹത്തെ ഒരു ക്യാമറയിലൂടെ കാണുമ്പോൾ ആ ഒരു ശരിക്കുള്ള നാരായണ ഗുരുവിൻ്റെ ആ ഒരു ഫീൽ കിട്ടി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഞങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ടെസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാരുടെ സ്റ്റിൽസ് എടുത്ത് പിന്നെ അവരുടെ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിലിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് മോർഫിങ് എല്ലാം ചെയ്ത് നോക്കിയേ. അപ്പോൾ അങ്ങനെ നോക്കി ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് കിട്ടാതെ വന്നപ്പോഴാണ് തലൈവാസലിൻ്റെ ഒരു ചിത്രം തന്നെ എഡിറ്റർ അയച്ചു തന്നിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയപ്പോൾ കുറേ കൂടി പുള്ളിക്ക് ആ ഒരു റിസംബ്ലൻസ് ഉണ്ട്, ആ ഒരു ഫേഷ്യൽ സ്ട്രക്ചർ. പിന്നെ വീണ്ടും ഞങ്ങൾ ഈ മേക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തി. കാരണം ആ ഒരു അപ്പിയറൻസ് മാച്ചിങ് ആണല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് വളരെയധികം റിസംബ്ലൻസ് മേക്കപ്പിൽ കൂടി വരുത്താൻ സാധിച്ചു. മാത്രമല്ല അദ്ദേഹം സെറ്റിൽ വന്നപ്പോഴൊക്കെ പലരും ശരിക്ക് ഗുരുവിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു, കെട്ടിപ്പിടിച്ചില്ല. അപ്പം അങ്ങനെ എല്ലാവരും ആ ഒരു ഫീൽഡ് അത് മാത്രമല്ല അദ്ദേഹം വന്നാൽ തന്നെ എല്ലാവരും ഗുരു എന്നേ പറഞ്ഞു. അതായത് തലൈവാസലിൽ നിന്ന്. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിനെ കണ്ടിരുന്നത്. യുഗപുരുഷൻ്റെ ടീമിൽ നിന്നും പ്രേക്ഷകർക്ക് എന്താ പറഞ്ഞു? യുഗപുരുഷൻ സിനിമ വന്നിട്ട് ഒരു സാധാരണ സിനിമയായിട്ട് കാണരുത്. അത് ഒരു നമ്മുടെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. മാത്രമല്ല ഈ ജനറേഷന് വളരെ നല്ല ഒരു മെസ്സേജുള്ള ഒരു സിനിമയാണ്. അതായത് ഇപ്പോൾ വന്നിട്ട് ഈ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് അടിപിടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവം എൻ്റെ ദൈവമാണ് വലുത് അല്ലെങ്കിൽ നിൻ്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൻ്റെ പേരിൽ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവർക്കും ഒരു നല്ലൊരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ മെസ്സേജാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അത് എക്കാലത്തും ഒരു റിലവൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആൾക്കാർ ഗുരുദേവൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാം സംഘടിക്കണം, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുടുംബം അടക്കം പോയി കാണണം. കണ്ടിട്ട് കാണുക മാത്രമല്ല ഗുരുദേവൻ്റെ ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാലേ അത് വിജയിക്കും. So, thank you for having me. Thanks.